ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ആദ്യമായിട്ട് കുതിർത്ത ഒരു കപ്പ് ഉഴുന്ന് മിക്സിയുടെ ജാറിൽ തട്ടിയ ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക. അതിൽ 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് അരച്ച ശേഷം ഇതിലേക്ക് ചിരകിയ ഒരു കപ്പ് തേങ്ങ കൂടെ നമ്മൾ ചേർത്തെടുക്കുകയാണ്. ഇനി രണ്ടും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. ഇതിനെ വേറൊരു കപ്പിലോട്ട് മാറ്റിയ ശേഷം, ഒരു ബൗളിലോട്ട് മാറ്റിയ ശേഷം അതിൽ 1 കപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിനാക്കി എടുക്കുക. ഇതാണ് നമ്മൾ പെസഹ അപ്പത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച മാവ്. ഈ പാകപ്പെടുത്തിയ മാവിനെ എണ്ണ തടവി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ പാകപ്പെടുത്താനായിട്ട് ഒരു ഇഡ്ഡലി തട്ടിലോട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹ പാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായി നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കിയിട്ടുണ്ട്. അതിൽ 2 ഏലക്ക, കുറച്ച് ചുക്ക് എന്നിവയിട്ട് നല്ല രീതിയിലൊന്ന് പാകപ്പെടുത്തിയതിന് ശേഷം അതിൽ ഒരു 2 സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ശർക്കര പാവിലേക്ക് ഈ മാവ് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഉടച്ച് നല്ല നീറ്റാക്കി എടുക്കുക. ഈ രീതിയിലാവുന്നത് വരെ നല്ലതായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2ാം പാൽ ഇതിനോട് ചേർത്ത ശേഷം നമ്മൾ ഇതിനെ നല്ല കുറുക്ക് രൂപത്തിലാകുന്നത് വരെ കുറുക്കി ആ രീതിയിൽ കുഴമ്പ് രൂപത്തിലാക്കി വയ്ക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1ാം പാൽ കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ പെസഹ അപ്പത്തിൻ്റെ പാൽ റെഡി. ഇപ്പം നമ്മുടെ പെസഹ അപ്പത്തിൻ്റെ പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പെസഹ അപ്പം വെച്ചിട്ട് 20 മിനിറ്റ്, ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അത് വെന്തോ നോക്കാം. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. പെസഹ അപ്പവും പാലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ. താങ്ക് യു.